ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, നമുക്കൊന്ന് നടക്കാൻ പോയാലോ? ഞാൻ അപ്പം തന്നെ ഓക്കെ പറഞ്ഞു. നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ അന്ന്. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ മഴയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ദേഷ്യമായിരുന്നു കേട്ടോ. നിങ്ങൾക്കൊക്കെ എങ്ങനെയായിരുന്നു? ഇപ്പോൾ ജോലിക്കൊക്കെ പോണ സമയത്ത് മഴ കൊള്ളുക എന്നൊക്കെ പറഞ്ഞാൽ രാവിലെ എണീറ്റ് പോവുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല മടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ മഴയത്ത് നടക്കാനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്, യാത്രക്കുട്ടിക്കും ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുടയും കോട്ടൊക്കെ എടുത്ത് നടക്കാനിറങ്ങി. ഇവിടെ വീടിൻ്റെ അടുത്ത് കുറച്ച് ഇറങ്ങിയാൽ മതി, ഫുള്ള് പാടമാണ്. ആ പാടത്തിൻ്റെ സൈഡിൽ തന്നെയാണ് യാത്രക്കുട്ടിയുടെ ബാലവാടി. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെ പോയി ഈ വഴിയിൽ തന്നെ പോയി തിരിച്ചു വരുമ്പോൾ യാത്രക്കുട്ടീനെ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. ചേട്ടാ, ഐ ലവ് യു. Do you love me? No. No? I only love flower. തോട്ടേക്ക് ചാട്ടാ ഞാൻ. Pushpa flower. ഇറങ്ങുന്ന ടൈം നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ കുറേ നടന്നു. പിന്നെ അങ്ങനെ ചെറിയ മഴ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ കുറേ നടന്ന് നമുക്ക് ക്ഷീണം തോന്നുമ്പോൾ ഞങ്ങൾ ഇരിക്കും. പിന്നെ പാടത്ത് അവിടെ ഇവിടെയൊക്കെ മയിൽ, അങ്ങനെ ഓരോരോ കാഴ്ചകൾ കണ്ട് നടന്നു. ചിലർക്കൊക്കെ തോന്നും ഞങ്ങൾക്ക് വട്ടാണോ, ചിലർക്കൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. നമ്മൾ നമ്മുടെ ലൈഫിൽ ഇതുപോലെ നമുക്ക് സന്തോഷം കിട്ടുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതൊക്കെ നാട്ടിലുള്ള ഏകദേശം എല്ലാവർക്കും എന്തെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയല്ലേ. അങ്ങനെ ഞങ്ങൾ യാത്രക്കുട്ടിയുടെ ബാലവാടി എത്തി. അവൾ നല്ല പാട്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യാം, കഴിഞ്ഞിട്ട് കൂട്ടിയിട്ട് വരാമെന്ന് വിചാരിച്ചു. യാത്രക്കുട്ടിയുടെ അച്ഛൻ അവിടെ ഒളിച്ചിരുന്നു. അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവൾ വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും കാണിച്ചില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി വീട്ടിലേക്ക് നടന്നു. യാത്രക്കുട്ടി കുറേ പാട്ടൊക്കെ പഠിച്ചു എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പാടി. ഞാൻ കേട്ടെ